പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ചുവായിരിക്കുന്നതുമായ സർവേശ്വരന് മുമ്പാകെ പ്രഭാത സമയത്ത് ഞാനും നിങ്ങളും അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് സങ്കീർത്തനം 1 നമുക്ക് ധ്യാനിക്കാം. അവിടെ 2 കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നു. ഒന്ന് ദുഷ്ടന്മാരെ വഴിയെ പോകുന്നവനെ കുറിച്ചും, 2 അതിൽ നിന്നും മാറി യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുന്നവനെ കുറിച്ചും. ദുഷ്ടന്മാരെ ആലോചനപ്രകാരം നടക്കുന്നവൻ ആദ്യം നടക്കുന്നു, അതിനുശേഷം പാവങ്ങളുടെ വഴി നിൽക്കുന്നു, പരിഹാസങ്ങളുടെ ഏർപ്പെടുത്തിൽ അവനിരിക്കുന്നു. തെറ്റിന്റെ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ നമുക്കവിടെ കാണാം. പത്രോസ്ലീഹ കർത്താവിന്റെ കുരിശുമരണ വിസ്താരം കേൾക്കുവാനും കാണുവാനുമായിട്ടാണ് കർത്താവിനോടൊപ്പം സ്നേഹപൂർവ്വം അവന്റെ പിന്നാലെ ചെന്നത്. പക്ഷെ അവന്റെ ബലഹീനതകൾ തെറ്റിലേക്ക് നടക്കുവാനും നിൽക്കുവാനും ഇരിക്കുവാനും ഇടവരുത്തി നിമിത്തം കർത്താവിനെ തള്ളിപ്പറയുവാനായിട്ട് അവനിടയാവുന്നു. ഇത് നമുക്ക് പാഠമായിരിക്കണം. അതേ സമയത്ത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുന്നവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. അവൻ്റെ ഇല വാടിപ്പോവുകയില്ല, ഏത് പ്രതിസന്ധി വന്നാലും തളരുകയില്ല. കർത്താവ് കൊടുക്കുന്ന കുരിശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവന് കഴിയും. കർത്താവിനാൽ അനുഗ്രഹീതരെ ഇന്ന് പല വിധത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, ജോലി ഇല്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കാൻ അവർ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്വസിച്ച് ശക്തി പ്രാപിക്കുക. യഹൂദജനത്തെ കഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിച്ചായ കർത്താവിൽ ധ്യാനിക്കുവാൻ, എനിക്ക് സർവ്വത്തിനും മതിയാകുന്ന വിശ്വാസത്തിൽ ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. ഈ ദിവസം അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ശംസിക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ.